എന്തിനാ ത്രൂ ഔട്ട് ഇങ്ങനെ കിടന്ന് ഏത് സമയം അടുക്കളയിൽ കിടന്ന് പണിയണം? 3 ദിവസത്തേക്കൊക്കെ വെക്കണേന്ന്. എപ്പോഴും നമ്മള് വീട്ടമ്മമാര് ചെയ്യേണ്ട ഒരു അഭിപ്രായം ഞാൻ പറയണത് അല്ല, എല്ലാ ദിവസവും കറികൾ ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നവര് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്നും പയറ് പോലെ നടക്കാൻ പറ്റൂല. ചിലര് വീണ്ടും കമന്റുകൾ ചോദിക്കുന്നുണ്ട്, മീൻകറി ഒരു ദിവസത്തേക്ക് വെച്ചാ പോരെ, എന്തിനാ ഈ 2-3 ദിവസത്തേക്കൊക്കെ വെക്കണേന്ന്. ഒരു ദിവസത്തേക്ക് മീൻകറി വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തേക്ക് മീൻകറി വെക്കണമെങ്കിൽ ഒരു 1 കിലോ മീൻ മേടിക്കുന്നതിന്റെ 1/4 കിലോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരും കേട്ടോ. കാരണം 3 മെമ്പേഴ്സ് ഞങ്ങളുള്ളൂ. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ ഒരു നേരം കഴിച്ച പിന്നത്തെ നേരം മീൻ അങ്ങനെ ഇപ്പം എടുക്കാറില്ല, ഒരു 2-3 വർഷമായിട്ട്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും വൈകിട്ടും മാത്രമേ ചോറ് ഭക്ഷണമുള്ളൂ, ചോറ് കഴിക്കണുള്ളൂ. അപ്പം ആ 2 നേരം കൊണ്ട് ആ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരൂല എന്തായാലും. അപ്പം അത്രയും കുറച്ചായിട്ട് വെക്കാൻ മിക്കവാറും ഈ നുറുക്കുമീനാ മേടിക്കണമെങ്കിൽ കട്ട് ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നുറുക്കിയാണല്ലോ നമ്മളിവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് 1 കിലോ ഉണ്ടെങ്കിൽ ഞാൻ 1/2 കിലോ എന്തായാലും എടുത്ത് മാറ്റി ഫ്രീസറിലേക്ക് വെക്കും. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ വെക്കണേ. 1/2 കിലോ എടുത്ത് നിർബന്ധമായിട്ടും വെക്കും. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1/4 കിലോ വെച്ചാലും ഒരു ദിവസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ 1 കഷ്ണം മീൻ വേവിച്ചത് ഇച്ചിരി ചാറും എടുക്കും, ഞാനും 1 കഷ്ണം എടുക്കും. ചാറധികം ഞാൻ എടുക്കാറില്ല. പിന്നെ വൈകുന്നേരം 1 കഷ്ണം ചാറ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പറയും അത്രയും എനിക്ക് വേണ്ട, ഇത് മതിയെന്ന് പറയും. അത് കാരണമാണ് തോരൻ കൂടുതൽ കഴിക്കും. മെഴുക്കുവരട്ടും തോരനൊക്കെ കൂടുതൽ എടുക്കും. ഇറച്ചി മീനൊക്കെ ഉള്ള ഇറച്ചി കുറവാണ് ഉപയോഗം. മീനൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. ഒരു ദിവസത്തേക്കായിട്ട് വെക്കാൻ പറ്റൂല കേട്ടോ. ചാള മേടിച്ചാൽ പോലും 2 ദിവസം ഇരിക്കും വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു ദിവസത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഇത് തന്നെ വെക്കാൻ അത്ര എളുപ്പ പരിപാടിയല്ലല്ലോ. ഒരു കറി വെച്ചത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമല്ലേ. പിന്നെ ഒരു ഉലർത്തുകറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉലർത്തുകറി മെഴുക്കുവരട്ടി ഏതെങ്കിലും മാറി മാറി ഉണ്ടാക്കൂല. അപ്പൊ നമുക്ക് 2 കറിയായില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കൊണ്ടാ എന്തൊക്കെ കറികളാ അങ്ങനെ നമ്മള് ഇരിക്കാൻ പാകത്തിനുള്ള കറി സാധാരണ നിങ്ങൾ എപ്പോഴും കാണണം, മോരുകറി അല്ലെങ്കിൽ മോരുകാച്ച അല്ലെങ്കിൽ കഷ്ണം ഇട്ടിട്ടുള്ള കാളനായിട്ട് ഉണ്ടാക്കാറില്ല, ഇച്ചിരി നിറപ്പിച്ച് ഉണ്ടാക്കാറ്. മോരുകറി 1, പിന്നെ സാമ്പാർ 2, പിന്നെ എന്നാ ചാറുകറി നമ്മൾ ഉണ്ടാക്കാറ്. രസം കുറവാണ് ഉണ്ടാക്കണം, മിക്കവാറും ഉണ്ടാക്കണം മോരുകറി ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കും. അപ്പം അത് 2ഉം ഇന്നിപ്പോൾ ഉണ്ടാക്കിയ ഇന്നത്തേക്കുള്ളതും ഉണ്ടാവും, നാളത്തേക്കുള്ളത് നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസം അന്ന് ഉപയോഗിക്കാനുള്ളത്, അതായത് ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ളത് ഉണ്ടാക്കണ പാത്രത്തിലിരിക്കും. പിറ്റേ ദിവസത്തേക്കുള്ളത് വേറെ ചുറ്റുപാത്രം പോലെയുള്ള പാത്രങ്ങൾ, എന്തെങ്കിലും സ്റ്റീൽ ടംബ്ലറിലാണ് ഞാൻ വെക്കാറ്. അങ്ങനെയുള്ളതിലേക്ക് പകർത്തി അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പം ഇന്നാ വെക്കണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അത്താഴം കലത്തിലിരിക്കും, കറി ചട്ടിയിലിരിക്കും. പിന്നെ നാളത്തേക്കുള്ളത് ഫ്രിഡ്ജിലിരിക്കുന്നത് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ ചൂടാക്കി ഉപയോഗിക്കും. ചാറുകറിയുടെ കാര്യം കേട്ടോ പറഞ്ഞ്. ഉലർത്തുകറി മിക്കവാറും ഉണ്ടാക്കണേ എന്നും തന്നെ ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ഈ വാഴപ്പിണ്ടിയും കപ്പളങ്ങയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇന്നുണ്ടാക്കണ തോരൻ ചിലപ്പോൾ നാളത്തേക്കും കൂടെ ഉണ്ടാകും. കൂടുതലായിട്ട് പിണ്ടിയൊക്കെ കൂടുതൽ ഉണ്ടാവൂലേ വാഴപ്പിണ്ടി ആകുമ്പോൾ, അപ്പം അങ്ങനെ ഉപയോഗിക്കും. അല്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള കറികളാകുമ്പോൾ 2 നേരത്തേക്കുള്ളതേ ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസം ഉലർത്തുകറി ഉണ്ടാക്കും. എപ്പോഴും നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട ഒരു അഭിപ്രായം ഞാൻ പറയണത്, ഒരു കറി ഇരിക്കാനുള്ളത് വീട്ടിൽ എപ്പോഴും ഇരിക്കണം. ഒന്നുമല്ലെങ്കിൽ മീൻകറി, അല്ലെങ്കിൽ മീൻകറി ഇപ്പം ഇല്ലാത്ത ദിവസമാണെങ്കിൽ മോരുകറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാറുകറി എന്നാന്ന് വെച്ചാൽ ചാറുകറി, മോരുകറി ആണെങ്കിൽ മോരുകറി, സാമ്പാറാണെങ്കിൽ സാമ്പാർ, അവിയൽ പിന്നെ അങ്ങനെ ഇരിക്കണ ഒരു കറി എന്ന് പറയാൻ പറ്റൂല്ലോ, ചാറായിട്ടുള്ള കറികൾ. പിന്നെ നമ്മൾ ചെമ്മീനും ഏത്തക്കായും കൂടെ വെക്കൂലേ ചാറ്, പിന്നെ തേങ്ങ അരച്ചും വെക്കും കേട്ടോ. അതാ പിന്നെ തേങ്ങയരിപ്പ് മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി കറി ഇരിക്കുവാണെങ്കിൽ ആ ഒരു കൂട്ടം കറിയാവും. പിന്നെ ഉലർത്താനോ മെഴുക്കുവരട്ടിക്കോ അല്ല തോരനോ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് പണി അത്ര എളുപ്പം കിട്ടും എന്ന് വിചാരിച്ച് 2 ദിവസത്തേക്ക് കറി ഉണ്ടാക്കിയെന്ന് ഓർത്ത് യാതൊരു തകരാറുമില്ല. ഇന്നും നാളെ ഉപയോഗിക്കുക, മറ്റന്നാൾ വേറെ കറി വെക്കുക. അപ്പം നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. പിന്നെ എല്ലാ ദിവസവും അടുക്കളയിൽ ത്രൂ ഔട്ട് കിടന്നിങ്ങനെ പണിയേണ്ട കാര്യമില്ല. നമ്മുടെ വീട് വൃത്തിയാക്കി ഇടാം. പിന്നെ ഇഷ്ടമുള്ള വേലകളൊക്കെ നമുക്ക് ചെയ്യാം. പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോവാം. പിന്നെ വേറെ ചെടി നടാം. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉള്ളവർക്ക്, പച്ചക്കറി പരിപാടി ഉള്ളവർക്കൊക്കെ അതൊക്കെ ചെയ്യാം. എന്തിനാ ത്രൂ ഔട്ട് ഇങ്ങനെ കിടന്ന് ഏത് സമയം അടുക്കളയിൽ കിടന്ന് പണിയണം? അങ്ങനെ പണിയാതിരിക്കാനാണ് ഇങ്ങനെയുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ജോലിക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഇരിപ്പേറുകൾ എപ്പോഴും നല്ലതല്ലേ. ജോലിക്കാർക്കൊക്കെ ആകുമ്പോൾ പിന്നെ വീട്ടില് കുക്കിങ്ങിനൊക്കെ ചിലപ്പോൾ ആൾ വന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരത് പ്ലാൻ ചെയ്തായിരിക്കും ചെയ്യണം. എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാട്ടോ ഫോളോ ചെയ്യണേ, നമ്മുടെ അഭിപ്രായം. അപ്പം എനിക്ക് ഒരുപാട് വിശ്രമിക്കാൻ സമയം കിട്ടും. പിന്നെ പ്രായമായി വരുന്തോറും നമുക്ക് ഹെൽത്തൊക്കെ എപ്പോഴും കുറഞ്ഞു വരുമല്ലേ. ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ ബോഡിയിൽ. നമുക്ക് എന്നും പയറ് പോലെ നടക്കാൻ പറ്റൂല. വീട്ടമ്മമാർക്ക് മാത്രം റിട്ടയർമെന്റ് ഇല്ല. 20 വയസ്സിൽ നടക്കുന്നത് പോലെ 60 വയസ്സിൽ നടക്കാൻ പറ്റൂല്ലോ, ഒരിക്കലും പറ്റൂല. അപ്പം അതിൻ്റെതായ സംഗതികൾ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുക കിച്ചണിൽ.
പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം എല്ലാം അത് മുകളിലുള്ള ദൈവത്തിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന വനിതകൾക്ക് വേണ്ടി ചെയ്യണ ഒരു ടിപ്പ് പറഞ്ഞതാണ്. അത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണത് പറഞ്ഞത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ. എല്ലാ ദിവസവും ഫ്രഷ് ഫുഡ് അല്ല, എല്ലാ ദിവസവും കറികള് ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നവര് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ചോറ് മെമ്പേഴ്സ് കുറവാണെങ്കിലും ചോറ് നമ്മൾ ഡെയിലി വെക്കും കേട്ടോ. ചോറ് അങ്ങനെ ഇന്ന് വെച്ചേച്ച് നാളത്തേക്കും കൂടെ എടുക്കാൻ തയ്യാറാക്കി വെക്കാറില്ല. അന്നൊന്ന് തന്നെ ചോറ് വെക്കുക. അത് പ്രഷർ കുക്കറിലാണ് വെക്കണത്. ഇനിയിപ്പോൾ ഒരു ദിവസം ചിലർ ചോദിച്ചായിരുന്നു റൈസ് കുക്കർ ഉപയോഗിക്കാൻ മേലെന്ന്. ഒരു ദിവസം ഇവിടെ റൈസ് കുക്കറുണ്ട്, വർഷങ്ങളായിട്ട് മുമ്പുള്ളതാണ്. ഞാനത് സ്റ്റോറിന്റെ ബർത്തൽ വെച്ചേക്കും. ഒരു ദിവസം അതിൽ കുക്ക് ചെയ്യണം കാണിക്കാം കേട്ടോ. അതൊക്കെ ഒരുപാട് മുമ്പുള്ളതാ. ചാൻസിന്റെയാ, നമ്മുടെ സ്റ്റീലിന്റെ അല്ല, മറ്റേ റെഡ് ലേബിൾ പോലെയുള്ള റൈസ് കുക്കർ നിങ്ങളെ കാണിക്കാം ഒരു ദിവസം കേട്ടോ. ഓക്കെ, ഒരു ദിവസം പോലും ഇരിപ്പ് കറി വെക്കാതെ എല്ലാ കറികളും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നവർ ആരൊക്കെയാന്ന് ഒന്ന് പറയണം ഫ്രഷ് ആയിട്ട് കറികൾ കഴിക്കുന്ന എപ്പോഴും നല്ലതല്ലേ. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇച്ചിരി ചറുകറിയൊക്കെ വെച്ച് ഇച്ചിരി ബാലൻസ് വരുമെന്ന് ഒരു വീട്ടില്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരു വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. 25 വയസ്സിൽ 24 വയസ്സ് കഴിഞ്ഞ 24 വയസ്സിൽ മുതൽ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അന്നേരം. അമ്മച്ചി 10-12 വർഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, അപ്പച്ചനും അമ്മച്ചിയും. അതിന് ശേഷമാണ് അവർ പ്രായാധിക്യം കൊണ്ട് വേർപെട്ട് പോയത്. ഒരാളായതുകൊണ്ട് വേറെ എങ്ങും അല്ലായിരുന്നു, അവരുടെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം അവരുടെ ശിക്ഷണത്തിലും എൻ്റെ വീട്ടിൽ നിന്നുള്ള ശിക്ഷണത്തിലും ഒക്കെ പോകുന്നത് കൊണ്ട് നമ്മളതൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് പൂർണ്ണമായിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങിയത്. അമ്മച്ചിയൊക്കെ ഉള്ളപ്പോൾ അവരാണ് മേൽനോട്ടം നമ്മളെ ഇങ്ങനെ നിന്ന് ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ചെയ്യണത് കൊണ്ട് നമുക്കും കുറച്ച് അനുഭവജ്ഞാനം ഉണ്ടാവുമല്ലോ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. അപ്പം ഫ്രഷ് ആയിട്ട് വെക്കണവരൊന്ന് കമന്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് സന്തോഷം. ഒരു കറി പോലും ഇരിപ്പ് കറി വെക്കാതെ എല്ലാ ദിവസവും എല്ലാ കറികളും രാവിലെ തൊട്ട് ഉണ്ടാക്കുന്നവര് ഒന്ന് പറയണേ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പിന്നെ വൈകുന്നേരം ആവുമ്പോ ആ കറികൾ തീരുന്നുണ്ടോ, ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ അത് എന്താ ചെയ്യണേന്നും കൂടി ഒന്ന് പറയണേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ ഒരുപാട് ആർഭാടായിട്ട് ഭക്ഷണം കഴിക്കുന്നവരെല്ലാം ഒരു ഉലർത്തുകറി ഉണ്ടാവും, ഒരു ചാറുകറി ഉണ്ടാവും. എനിക്ക് പിക്കിൾ അങ്ങനെ നിർബന്ധമില്ല. ഹസ്ബൻഡിന് പിക്കിൾ വലിയ താല്പര്യം. ഞാൻ ചിലപ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പിക്കിൾ ഇങ്ങനെയുള്ള കറികളെ ഞങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഇരിപ്പ് കറി എന്ന് വെച്ച് മിക്കവാറും ചാറുകറി ആയിട്ടുള്ളത് മീൻകറി ആണെങ്കിൽ പിന്നെ വേറെ ചാറ് ചിലപ്പോൾ മോരുകാച്ച ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കാണാറുള്ളതല്ലേ, മോരുകാച്ച ഉണ്ടാവും, പിന്നെ ഒരു ഉലർത്തും ഉണ്ടാവും. ചിലപ്പോൾ ഈ മീൻകറി ഇരിക്കുമ്പോൾ വേറെ ചാറുകറി ഉണ്ടാകാറില്ല, ഉലർത്തുണ്ടാവും ഒന്നരാ കൂടെ. പിന്നെ ഈ പിക്കിളും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞങ്ങൾ എടുക്കാറുള്ളൂ. നിങ്ങൾ കാണാറുണ്ട് വീഡിയോയിൽ. ഒരുപാട് കറികൾ ഉണ്ടാക്കിയത് ചെയ്യണ ഒരു കൂട്ടത്തിലല്ലാട്ടോ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കണോ, ആവശ്യമുള്ളത് ചെയ്യണോ, അത്രയേ ഉള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മളീ ഉലർത്തേറിയൊക്കെ ഇരിക്കുമ്പോൾ തലേ ദിവസത്തെ കുറച്ച് ബാലൻസ് വരും. അപ്പോൾ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കും, നമ്മൾ തോരനോ ഉലർത്തോ എന്തെങ്കിലും ഉണ്ടാക്കും ഇച്ചിരിയോ ബാലൻസ് ഉള്ളെങ്കിൽ. അപ്പോൾ അത് തലേ ദിവസത്തെ ഇരിക്കുന്നത് നമ്മൾ ചൂടാക്കി അങ്ങ് എടുത്ത് തീർക്കും, പിറ്റേ ദിവസത്തെ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ചിലപ്പോൾ കറി കൂടുതൽ വന്നെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇറച്ചി ഉപയോഗം വളരെ കുറവാണ്, മേടിക്കാറുണ്ട് എന്നാലും കുറവാണ്. ഇറച്ചിയൊക്കെ അധികം കഴിച്ചാൽ വയറിനും ഒക്കെ ഒരു പ്രശ്നമല്ലേ, അതുകൊണ്ട് പ്രായമായവർക്ക്. അതുകൊണ്ട് അത് കുറവാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രയോഗം അധികം കാണാത്തത്. ഇവിടെ എന്തുണ്ടെന്നുള്ളത് ഉച്ചയ്ക്കും മീൽസ് വിളമ്പുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ.